CPIMന് വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കൃത്യമായി നിർവചിക്കപ്പെട്ട കാഴ്ചപ്പാടും അടിസ്ഥാനപരമായിട്ടുള്ള വീക്ഷണവും എല്ലാമുള്ള ഒരു പാർട്ടിയാണ്. ആ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് ഈ കാര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്നിപ്പോൾ സ്വകാര്യ സർവകലാശാലകളുടെ അനിവാര്യത സംബന്ധിച്ച് ഞങ്ങൾ വളരെ ഗൗരവപൂർവ്വം ആലോചിച്ചിട്ടുള്ളത്. അതേ സന്ദർഭത്തിൽ തന്നെ വിദേശ മൂലധന നിക്ഷേപം അല്ലെങ്കിൽ വിദേശ സർവകലാശാലകളുടെ കടന്നുവരവോ ഈ മേഖലയിൽ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട്. ഇതിനെതിരെ CPIയുടെ വിദ്യാർത്ഥി സംഘടനകൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. CPIയുടെ ക്യാബിനറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ ഇരുന്ന് ഐക്യകണ്ഠേന അംഗീകരിച്ചിട്ടുള്ള ബില്ലാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വാദമുഖങ്ങൾ ആരെങ്കിലും ഉയർത്തുകയാണെങ്കിൽ അത് അടിസ്ഥാനരഹിതമാണ്. ഏകാഭിപ്രായത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു ബില്ലാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ വളരെ ഒരു പതിറ്റാണ്ടുകളെ ഒരു നൂറ്റാണ്ട് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ കാണിച്ചത്. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. പാർട്ടിക്ക് ഇപ്പോഴാണ് ഒരു ചിന്ത ദീർഘവീക്ഷണയില്ലായ്മ ഇതിനകത്ത് ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചു. പണ്ട് നമ്മൾ കമ്പ്യൂട്ടർ ഓരോന്നിനും ഓരോ സമയമുണ്ട്, ആ സമയത്ത് ചെയ്യാൻ പറ്റൂ. കമ്പ്യൂട്ടർ അതെന്തിനാണത്? ആ കാലഘട്ടത്തിൽ എടുക്കേണ്ട നിലപാട് ആ കാലഘട്ടത്തിൽ എടുത്തു. 3.5 പതിറ്റാണ്ട് പിന്നിട്ടു. ഈ 3.5 പതിറ്റാണ്ട് എന്ന് പറഞ്ഞാൽ അത് അതിദ്രുതം പ്രയാണം ചെയ്ത ഒരു കാലയളവ് കൂടിയാണ്. സമയത്തെ സംബന്ധിച്ചും സ്പേസിനെ സംബന്ധിച്ചുമൊക്കെ നമ്മുടെ ധാരണകൾ തന്നെ വലിയ രീതിയിൽ അട്ടിമറിക്കപ്പെട്ടു. ഇതൊക്കെ 3.5 പതിറ്റാണ്ട് മുമ്പ് നമ്മൾ പ്രതീക്ഷിച്ച കാര്യമാണോ? ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഈ അളവിലുള്ള കുതിച്ചുചാട്ടം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ രീതിയിലുള്ള വളർച്ച, അതൊക്കെ മനുഷ്യജീവിതത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ, ഇതൊക്കെ 3.5 പതിറ്റാണ്ട് കാലം മുൻപ് നമ്മൾ വിഭാവനം ചെയ്ത അളവിലാണോ എന്നുള്ളത്? ഇന്ന് 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ യുഗമാണ്. അപ്പോൾ അനിവാര്യമായ മാറ്റങ്ങൾ കേരളീയ ജനതയ്ക്ക് വേണ്ടി ഏറ്റെടുക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. ഇത്രയ്ക്കൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ SFIയെ ബോധ്യപ്പെടുത്താനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇത് CPIMൻ്റെ പ്രഖ്യാപിത നിലപാടിൻ്റെ ഭാഗം തന്നെയാണ്. നിങ്ങൾ രാഷ്ട്രീയ പ്രമേയം വായിച്ചു നോക്കുക. CPIM ഇതപര്യന്തം എടുത്തിട്ടുള്ള എല്ലാ നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായൊരു നിലപാടാണ് ഇത് എന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒന്നല്ല. ഗവർണറുമായിട്ടുള്ള കൂടിക്കാഴ്ച വളരെ സ്വാഗതാർഹമായ നിലയിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. വളരെ സമാശ്വാസം പകരുന്ന ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത്. വളരെ ഹൃദ്യവും കോർഡിയലുമായിട്ടുള്ള ഒരു സ്വീകരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതുപോലെ സംസ്ഥാന യൂണിവേഴ്സിറ്റികളുടെ ഭരണവുമായി ബന്ധപ്പെട്ടും സംസ്ഥാന യൂണിവേഴ്സിറ്റികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുള്ള ജനാധിപത്യപരമായ അവകാശത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വർത്തമാനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളത് വളരെയധികം ആശ്വാസം പകരുന്ന ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ അനുഭവപ്പെട്ടിട്ടുള്ളത്.